1990-കളിൽ പലരും പറഞ്ഞു ഇൻ്റർനെറ്റ് ഒരു സ്കാമാണെന്ന്. അത് വളർന്ന് ഇന്ന് അതിൻ്റെ മൂന്നാമത്തെ ഫേസിലെത്തി നിൽക്കുന്നു. 2008, 2010 കാലഘട്ടത്തിൽ ബിറ്റ്കോയിൻ വന്ന സമയത്ത് ഭൂരിഭാഗം ആളുകളും അത് സ്കാം ആണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. ഇന്ന് 1 കോടി രൂപയ്ക്ക് മുകളിലുള്ള മൂല്യത്തിൽ നിൽക്കുമ്പോഴും പലരും പറയുന്നു അത് സ്കാമാണെന്ന്. വളരെ കുറച്ച് ആളുകൾ മാത്രം ലോകം മാറുന്നതിനനുസരിച്ച് ടെക്നോളജിയിൽ വരുന്ന മാറ്റത്തിൽ നിന്ന് സമ്പത്ത് നേടി. ചിലർ അത് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നു. ആരെല്ലാം ടെക്നോളജിയിൽ വിശ്വസിച്ച് അതിൻ്റെ ഭാഗമായോ അവരെല്ലാവരും ഇന്ന് സമ്പത്ത് നേടിക്കൊണ്ടേയിരിക്കുകയാണ്. സ്മാർട്ടായിട്ടുള്ള ആളുകൾ കാണുന്ന ഫ്യൂച്ചറാണ് ക്രിപ്റ്റോ കറൻസി, ബ്ലോക്ക് ചെയിൻ, ഡിജിറ്റൽ ഫിനാൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നെക്സ്റ്റ് ജനറേഷൻ വെൽത്ത് ഷേപ്പ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും വിശ്വസിക്കാനായിട്ട് കാത്തിരിക്കരുത്. എല്ലാവരും വിശ്വസിച്ച് കഴിഞ്ഞ് നമ്മൾ ഒരു ടെക്നോളജിയിൽ നിന്നും ഏൺ ചെയ്യാൻ പോകുന്നില്ല. സോ സ്റ്റാർട്ട് ലേൺ ആൻഡ് ഏൺ ടുഡേ. ആരൊക്കെ ഈ സത്യം മനസ്സിലാക്കുന്നുവോ അവരായിരിക്കും നാളെ സാമ്പത്തികമായിട്ട് മുന്നേറുന്നത്. ബി ദാറ്റ് പേഴ്സൺ എന്ന് കരുതി വെറുതെ ഇരുന്നാൽ സ്ഥിരവരുമാനം നൽകാമെന്ന് പറയുന്ന സ്കാം പ്രൊജക്റ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് പണം നഷ്ടപ്പെടുത്താതിരിക്കുക. ബെസ്റ്റ് വിഷസ്. താങ്ക് യു.